have the second unit for measuring angles in a trigonometry, that is degree measure. In the system, the unit of measuring an angle is a degree. So 1 degree means if the rotation from initial side to terminal side is 1/360th of a revolution, the angle is said to have a measure of 1 degree. Okay, so that means നമുക്ക് അറിയാം ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ് ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്താൻ. സോ ഈ ടോട്ടൽ 360 ഡിഗ്രീനെ ഈക്വൽ 360 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൽ ഒരു മെഷർ അത് 1/360th ഓഫ് റെവല്യൂഷൻ ആണ്. അതിനെയാണ് നമ്മൾ 1 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ റൊട്ടേഷൻ ഫ്രം ഇനിഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ് ഈസ് 1/360th ഓഫ് എ റെവല്യൂഷൻ, കംപ്ലീറ്റ് റെവല്യൂഷനെ 360 പാർട്ടാക്കിയിട്ട് ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പാർട്ടിനെ നമ്മൾ പറയുന്നതാണ് ഡിഗ്രി, 1 ഡിഗ്രി എന്ന് പറയും. അതിൽ 2 പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 2 ഡിഗ്രി ആവും, 3 എടുത്താൽ 3 ഡിഗ്രി ആവും, 90 പോർഷൻസ് എടുത്താൽ 90 ഡിഗ്രി ആവും, 270 പാർട്സ് എടുത്താൽ അത് 270 ഡിഗ്രി ആകും. സോ അങ്ങനെയാണ് ഡിഗ്രിയിൽ നമ്മൾ ആംഗിളിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റ് ഓർത്ത് വയ്ക്കുക. 1 ഡിഗ്രി മീൻസ് ഇറ്റ് ഈസ് 1/360th ഓഫ് എ റെവല്യൂഷൻ. ഓക്കെ, ഡിഗ്രി മെഷറിൽ ഡിഗ്രിയെ 1 ഡിഗ്രിയെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. എ ഡിഗ്രി ഈസ് ഡിവൈഡഡ് ഇൻടു 60 ഈക്വൽ പാർട്സ്. ഈച്ച് പാർട്ട് ഈസ് കോൾഡ് എ മിനിറ്റ്, റിട്ടൺ ആസ് 1 മിനിറ്റ്. ഒരു ഡാഷ് ഇടുക. ഓക്കെ, സോ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 ഈക്വൽ പാർട്സ് ആയിട്ട് ഒരു ഡിഗ്രിയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാർട്ടിനെയുമാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത്. സോ 1 ഡിഗ്രി നമുക്കറിയാം, ഒരു കംപ്ലീറ്റ് റെവല്യൂഷനെ 360 പാർട്ടാക്കി ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ഒരു പാർട്ടാണ് 1 ഡിഗ്രി. അതിനെ വീണ്ടും 360 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്താൽ അതിലൊന്നാണ് 1 മിനിറ്റ്. വീണ്ടും 1 മിനിറ്റ് is divided into 60 equal parts. ഈ 1 മിനിറ്റിനെ വീണ്ടും we can divide it into 60 equal parts. Each part is called a second, written as 1 double dash. സോ ഡിഗ്രി മെഷറിൽ നമ്മൾ 3 ടേംസ് ഓർക്കേണ്ടതുണ്ട്. ഡിഗ്രി എന്താണെന്ന് ഓർക്കണം, 1 മിനിറ്റ് എന്താണെന്ന് നോക്കണം, 1 സെക്കൻഡ് എന്താണെന്ന് നോക്കണം. ഓക്കെ, 1 complete revolution is 360 degree. 1 degree is 1/360 of 1 complete revolution. Okay, 1 degree is equal to 60 minutes. 1 ഡിഗ്രീനെ 60 മിനിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 1 ഡിഗ്രി is equal to 60 minutes and 1 minute is equal to 60 seconds. ഇത് നിർബന്ധമായിട്ടും ഓർക്കേണ്ടതാണ് ഈ ഒരു ടേബിൾ. ഓക്കെ, 1 complete revolution is 360 degree. 1 degree is 1/360 of 1 complete revolution. ഒരു സർക്കിളിനെ 360 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താലുള്ള ഒരു പാർട്ടാണ് 1 ഡിഗ്രി. ആ ഒരു ഡിഗ്രിയെ വീണ്ടും 60 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഓരോ പാർട്ടിനെ നമ്മൾ 1 മിനിറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് 1 ഡിഗ്രി is equal to 60 minutes. ഓക്കെ, ആ ഒരു മിനിറ്റിനെ വീണ്ടും 60 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ്, 1 സെക്കൻഡ്. So 1 minute is equal to 60 seconds. Here you can see some angles with measures. Okay, അതിൽ ആദ്യത്തെ ചിത്രം നോക്കാം. Here you can see that OA is the initial side, OB is the terminal side.
ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1 കംപ്ലീറ്റ് റെവല്യൂഷനാണ് പൂർത്തിയാക്കിയത് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. സോ ആംഗിൾ ഇസ്, ഈ മെഷർ ചെയ്ത ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. സോ ദാറ്റ് ഇസ് പോസിറ്റീവ്. സെക്കൻഡ്, ഇനിഷ്യൽ സൈഡ് ഈസ് OA, ടെർമിനൽ സൈഡ് ഈസ് OB. ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്താൻ പൂർത്തിയാക്കിയത് 180 ഡിഗ്രിയാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. സോ ദിസ് ആംഗിൾ ഇസ് പോസിറ്റീവ്. മൂന്നാമത്തെ ചിത്രത്തില് ഇനിഷ്യൽ സൈഡ് OA, ടെർമിനൽ സൈഡ് OB. ഓക്കെ, ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്താൻ എപ്പോഴും നമ്മൾ ഇനിഷ്യൽ സൈഡിൽ നിന്നാണ് ആംഗിൾ മെഷർ ചെയ്യുക. ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്താൻ 90 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. സോ ദിസ് ആംഗിൾ ഇസ് പോസിറ്റീവ്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആകുമ്പോൾ ആംഗിൾ പോസിറ്റീവ് ആണ്. ഇനിഷ്യൽ സൈഡ് OA, ടെർമിനൽ സൈഡ് OB. ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്താൻ 270 ഡിഗ്രിയാണ് എടുത്തത്. സോ സിൻസ് ദിസ് ഡിറക്ഷൻ ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, ആംഗിൾ ഇസ് പോസിറ്റീവ്. ഓക്കെ, ജസ്റ്റ് പോസിറ്റീവ് ആംഗിൾ എന്താണ്, നെഗറ്റീവ് ആംഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ ഇവിടെ വരച്ചിരിക്കുന്നത്. അടുത്തത് നോക്കാം. OA ഇനിഷ്യൽ സൈഡ്, OB ടെർമിനൽ സൈഡ്. ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് 60 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് മെഷർ ചെയ്തത്. സോ ദിസ് ആംഗിൾ ഈസ് പോസിറ്റീവ് ആംഗിൾ. ഇറ്റ് ഇസ് 60, പോസിറ്റീവ് 60. ഇനിഷ്യൽ സൈഡ്, ടെർമിനൽ സൈഡ്. ഓക്കെ, നോക്കൂ, ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിഞ്ഞ് വീണ്ടും സോ 360 പ്ലസ് ഇത്രയും. സോ ടോട്ടൽ 420 ഡിഗ്രി. ഓക്കെ, സോ ഡിറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ദിസ് ആംഗിൾ ഇസ് പോസിറ്റീവ്. ഇനി ഇനിഷ്യൽ സൈഡ്, ടെർമിനൽ സൈഡ്. ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് ആംഗിൾ മെഷർ ചെയ്യുന്നു, എത്തുന്നതിന് ആംഗിൾ മെഷർ ചെയ്യുന്നു. സോ അത് മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. സിൻസ് ദ റൊട്ടേഷൻ ഇസ് ഡൺ ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, ദ ആംഗിൾ വിൽ ബി നെഗറ്റീവ്. സോ ഈ ആംഗിൾ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഈസ് -60 ഡിഗ്രി എന്നാണ്. ഇവിടെ OA ഇനിഷ്യൽ സൈഡ്, OB ടെർമിനൽ സൈഡ്. OAയിൽ നിന്ന് OBയിലേക്ക് ആംഗിൾ മെഷർ ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ആംഗിൾ ആണ്, 180 ഡിഗ്രി. സോ അത് മെഷർ ചെയ്തത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. സോ ആംഗിൾ എന്തായിരിക്കും? മൈനസ് ആംഗിൾ ആയിരിക്കും, നെഗറ്റീവ് ആംഗിൾ ആണ്. ഇറ്റ് ഈസ് -180. സോ ആദ്യം നമ്മൾ 180 ഡിഗ്രി കണ്ടു, ഇവിടെയും 180 ഡിഗ്രി തന്നെ. ഇവിടെ ആംഗിൾ മെഷർ ചെയ്തത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്, ഇവിടെ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. ഡിറക്ഷൻ മാറിയത് ശ്രദ്ധിക്കുക. സോ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് ആംഗിൾ, ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് ആംഗിൾ. വീണ്ടും ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മെഷർ ചെയ്ത ഒരു ആംഗിൾ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, -60 ഡിഗ്രി ഇവിടെ വരും. ഓക്കെ, ഇത് നമ്മൾ മെഷർ ചെയ്ത് എഴുതിയതാണ് 60 ഡിഗ്രി. ഇനി ഇനിഷ്യൽ സൈഡിൽ OAയിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് ആംഗിൾ മെഷർ ചെയ്തു. 1 കംപ്ലീറ്റ് റെവല്യൂഷൻ, ഒരു സർക്കിൾ പൂർത്തിയാക്കിയിട്ട് വീണ്ടും മെഷർ ചെയ്തു. സോ 360യേക്കാളും എബോവ് ആയിരിക്കും. സോ ഡിറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. സോ ഈ ആംഗിൾ എന്ത് വരും? -420 വരും. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ആംഗിൾ എങ്ങനെയാണ് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മെഷർ ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസിൽ ആംഗിൾ പോസിറ്റീവ് ആണെന്ന് ഓർക്കുക, ക്ലോക്ക് വൈസിൽ ആംഗിൾ നെഗറ്റീവ് ആണെന്ന് ഓർക്കുക.